അച്ഛൻ്റെ അമ്മൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. സോ അവർക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാം. അച്ഛനൊരു ഷർട്ടും അതേ കളറിൽ നമുക്കൊരു ചുരിദാറും എടുത്ത്. അമ്മ സിമ്പിളാണ് ഇടല്ലേ, അതുകൊണ്ട് ഈ പ്രാവശ്യം കുറച്ച് വർക്കുകളിൽ ആയിക്കോട്ടെ. എത്രാമത്തെ ആനിവേഴ്സറി എന്ന് വെച്ചാൽ ഇവർ എങ്ങനെയാ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? ഏട്ടന് ഇപ്പൊ 27 വയസ്സായി, അപ്പൊ അവർ 28ാമത്തെ ആനിവേഴ്സറി. അങ്ങനെ ലോലിനോന്നൊരു കേക്കും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. ഭയങ്കര സർപ്രൈസ് ആയിട്ടൊന്നും അല്ലാട്ടോ നമ്മള് ഗിഫ്റ്റ് കൊടുത്തത്. നമ്മൾ വീട്ടിൽ പോകുമ്പോൾ രണ്ടാളും സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവർക്ക് കൊടുത്തു. ഞാനും ഏട്ടനും കൂടി ടൗണിൽ പോകുമ്പോൾ തന്നെ അമ്മനോട് പറഞ്ഞത് ഇന്നൊരു ഹാമ്പർ കൊടുക്കാനുണ്ട്, അതിന്റെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതാണ്. അമ്മ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് അവർക്ക് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് അത് കൊടുത്തപ്പോ രണ്ടാളും നല്ല ഹാപ്പി കണ്ടല്ലെന്ന് പറഞ്ഞ് അത് പോരെ നമുക്ക്. സാവി അവർക്ക് വേണ്ടിയിട്ട് വമ്പിച്ച രീതിയിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു പാടിക്കൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. ഞങ്ങൾക്കറിയാം ഇത് ഭയങ്കര എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒന്നും അല്ലാന്ന്, പക്ഷെ ചെറിയൊരു ഗിഫ്റ്റ് ആയാലും മതിയിടാ. നമ്മളച്ഛനും അമ്മ എല്ലാവരും ഹാപ്പി ആയി. ആ കാലം തൊട്ടേ രണ്ടാളും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ഞാനുമായിട്ടൊരു സക്സസ് ആവാൻ വേണ്ടി ഓരോ അമ്പലത്തിൽ കയറി ഇറങ്ങി പ്രാർത്ഥിക്കലാണ് രണ്ടിനെയും. ഇന്നേവരെ ലൈഫിൽ ഞങ്ങൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഞങ്ങൾ ആഗ്രഹിച്ചതൊന്നും അവർ വാങ്ങി തരാണ്ട് നിന്നിട്ടില്ല. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ. ഇനി ഇവർക്ക് രണ്ടാൾക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാണെന്ന് അറിയോ? അവരെ കുഞ്ഞു ചുട്ടാപ്പിന്റെ ഒപ്പം നിൽക്കുന്ന ഈ ഒരു ഫോട്ടോ.